ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ഷൂട്ട് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുന്ന വഴിക്ക് മമ്മൂക്കാക്ക് വഴി തെറ്റിപ്പോവുകയും പിന്നീട് ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മമ്മൂക്കാക്ക് 10 കിലോമീറ്ററോളം വാഹനം ഓടിച്ച് കൃത്യമായ വഴിയിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. മമ്മൂക്ക ആ സുഹൃത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവൻ എൻ്റെ നൻപനാണെന്നും പുള്ളിയെ കുറിച്ചിട്ടൊക്കെ മമ്മൂക്ക പാട്ട് പാടുന്നതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. സിനിമയുടെ സെറ്റ് ഇട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. കൂറ്റൻ സെറ്റാണ് ഇട്ടിരിക്കുന്നത്. മമ്മൂക്ക ഈ സിനിമയ്ക്ക് വേണ്ടി 100 ദിവസത്തെ ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 9ാമത്തെ ചിത്രമായിട്ടാണ് ഇത് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെറ്റപ്പും ഒരു റോളുമായിരിക്കും മമ്മൂക്ക ഇതിനകത്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താൻ പോകുന്നത്. അപ്പം നിധി സഹദേവ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിൽ നിന്നും മമ്മൂക്ക നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് മമ്മൂക്കാക്ക് വഴി തെറ്റുന്നതും പിന്നീട് വഴികാട്ടിയായി നമ്മുടെ പാണ്ഡ്യൻ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്കയുടെ നൻപൻ ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാം. நம்ம ஃப்ரெண்ட் சொந்தம் என்ன பந்தம் என்ன இரவுக்கெல்லாம் மறுவுக்குள்ள ஹோய் நம்ம ஃப்ரெண்ட் நம்ம ஃப்ரெண்ட் சொந்தம் என்ன பந்தம் என்ன இரவுக்கெல்லாம் மறுவுக்குள்ள ஹோய் நம்ம ஃப்ரெண்ட் ഇപ്പൊ ഈ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിരിക്കുന്നത്. പാൻ ഇന്ത്യൻ സ്നേഹം സിംഗം മമ്മൂട്ടി സാറെ ഫോളോ ചെയ്. തമിഴ്നാട്ടിൽ പുലർച്ചെ മമ്മൂട്ടിക്ക് വഴികാട്ടിയായി പാണ്ഡ്യൻ. നിധി സഹദേവ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ഇതൊരു ആക്ഷൻ കോമഡി ചിത്രമായിട്ടാണ് വരുന്നത്. മമ്മൂക്ക ഇതിനകത്ത് ഒരു ലോക്കൽ ഗുണ്ടയുടെ റോളിലെത്തുന്നു എന്നൊക്കെയാണ് ഒരു ഗോസിപ്പ് കേൾക്കുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഇപ്പോൾ മമ്മൂക്ക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഷൂട്ട് തുടങ്ങുന്ന സമയം തൊട്ട് ലൊക്കേഷനിൽ മമ്മൂക്ക വരുന്നതും ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ പേജിലൂടെ അവർ ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വിടുന്നത്. എനിക്കൊന്ന് ഇതുവരെ മമ്മൂട്ടി സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രൊമോഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഗംഭീര പ്രൊമോഷനൊക്കെ വരുന്നുണ്ട്. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഇതേപോലെ തന്നെ നല്ല പ്രൊമോഷനും കൂടെ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എന്തായാലും മമ്മൂക്കയുടെ നൻപൻ, മമ്മൂക്കയുടെ പാട്ടൊക്കെ കേട്ടല്ലോ അല്ലേ, ദളപതി എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ആ ഒരു പാട്ടൊക്കെ പുള്ളി പാടിയിരുന്നുകൊണ്ടാണ് ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമുക്ക് അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.